പാർട്ടി ലൈൻ വിട്ട് സംസാരിക്കരുത് എന്ന് കേരളത്തിലെ നേതാക്കൾക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ശശി തരൂരിന്റെ വിവാദ പ്രസ്താവനകൾ പ്രതിസന്ധിയായതുകൂടി പരിഗണിച്ചാണ് ഇടപെടൽ. ഡൽഹിയിൽ നടന്ന കേരള നേതാക്കളുടെ യോഗത്തിൽ നേതൃമാറ്റം ചർച്ചയായില്ല. മുഖ്യമന്ത്രി ചർച്ചയൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന് യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇനിയും കേരളത്തിൽ അധികാരത്തിന് പുറത്തിരുന്നാൽ തിരിച്ചുവരവ് അസാധ്യമാകുമെന്ന് AICC കേരളത്തിലെ നേതാക്കളെ ധരിപ്പിച്ചു. ഒരേ വിഷയത്തിൽ നേതാക്കൾ പല അഭിപ്രായം ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നത് പാർട്ടിയെ അവമതിക്കുന്നു. അതുകൊണ്ട് അഭിപ്രായ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ധാരണയായി. അനാവശ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് രാഹുൽ ഗാന്ധിയുടെയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നിർദ്ദേശം. ആദ്യം തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടൂ എന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം. എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ചുകൊണ്ട് എല്ലാം ആലോചനയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെജിയും ശ്രീ രാഹുൽ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിക്കാൻ മുതിർന്ന നേതാക്കളുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ ആലോചനയുണ്ട്. ശശി തരൂർ ഉൾപ്പെടെ പ്രവർത്തക സമിതി അംഗങ്ങളും പ്രതിപക്ഷ നേതാവും ഒരു യുവ നേതാവും സമിതിയിലുണ്ടാകും. പാർട്ടി ലൈന് വിരുദ്ധമായി പറയരുതെന്നാണ്. മാധ്യമങ്ങൾ കാണാതിരിക്കാൻ പറ്റത്തില്ലോ ആധുനിക കാലഘട്ടത്തിൽ. പക്ഷേ പാർട്ടിയുടെ ലൈനകത്ത് നിന്ന് എല്ലാവരും സംസാരിക്കും. നേതൃമാറ്റ ചർച്ചകൾ ഇന്നുണ്ടായില്ല. എങ്കിലും ജില്ലാതലത്തിലും സംസ്ഥാന നേതൃനിരയിലും കാതലായ മാറ്റങ്ങൾക്കാണ് സാധ്യത. സുധാകരനുമായി ഒറ്റക്കെട്ടാണെന്ന് യോഗത്തിൽ പറഞ്ഞ VD സതീശന്റെ പ്രസ്താവന സുധാകരൻ അപ്പോൾ തന്നെ പിന്താങ്ങി. ആർക്കെങ്കിലും നേരിട്ട് കാണണമെങ്കിൽ പിന്നീട് അവസരം നൽകാമെന്ന ഉറപ്പ് ഖാർഗെ നേതാക്കൾക്ക് നൽകി. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.